ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അച്ഛൻ ഒരു ബക്കറ്റ് നിറയെ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചൊന്ന് മാങ്ങക്കൂട്ടാൻ ഉണ്ടാക്കി നോക്കാം. അപ്പം അമ്മ അതിനായിട്ടുള്ള മാങ്ങയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മധുരമുള്ള പഞ്ചാര മാങ്ങയാണ് കണ്ടോ. കാണാൻ തന്നെ എന്ത് രസമറിയോ. അപ്പോൾ കഴിക്കാനോ അച്ഛമ്മേൻ്റെ ഒപ്പം ഇന്ന് കഴിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഇവർക്കും മാങ്ങ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മാങ്ങ ഇവർക്കും ചെത്തി കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് ഓടിൻ്റെ പുറത്തിരുന്ന് പൂച്ച അങ്ങനെ കരയുന്നത് കണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ അച്ഛൻ്റെ കെണിയിലൊരു വില്ലാളി വീരൻ കുടുങ്ങി കിടക്കുന്നത് കണ്ടത്. ആൾ നല്ല സ്ട്രോങ്ങാണ്. ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആടും കുട്ടികളൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കോലിട്ട് കുത്തി നോക്കി. അപ്പോൾ ആ കോൽമ അങ്ങനെ മുറുക്കി പിടിച്ചിരുന്ന് കടിച്ചുകൊണ്ടേയിരിക്കുക, ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഈ ചട്ടിക്കുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ഇന്നത്തെ താരം പഴുത്ത മാങ്ങ. അപ്പോൾ നമുക്ക് മാങ്ങക്കറി ഉണ്ടാക്കി നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടാക്കിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക, സ്വാദാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കുക. മാങ്ങ നല്ല മധുരമുള്ളതാണ്, എങ്കിലും ഒരച്ച് ശർക്കര കഷ്ണം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മാങ്ങ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം അടച്ചു വയ്ക്കുക. കറി നന്നായി തിളച്ചു വരുമ്പോഴേക്കും നമുക്കതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഉള്ളിയും 1 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള മാങ്ങ നന്നായി തിളച്ചു വന്നിട്ടുണ്ടാകും. ഇതിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. തിള വന്ന ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കുക. ഇനി മാങ്ങക്കറി വറുത്തിടാനായിട്ട് വറ്റൽമുളക്, കടുക്, കരിവേപ്പിൻ്റെ ഇല. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം കടുക് പൊട്ടിക്കുക. കടുക് ഏകദേശം പൊട്ടി ആകുമ്പോഴേക്കും വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക. അവസാനം കരിവേപ്പിൻ്റെ ഇല ഇട്ടുക. എന്നിട്ട് ഇവ മൂന്ന് നന്നായിട്ട് മിക്സാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത് മൺചട്ടിയിൽ കൂടി വെച്ചപ്പോൾ അതിലേറെ രുചിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഈ മാങ്ങാക്കറിയും കൂട്ടിയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഊണ്. മാങ്ങാക്കറിയും പയറുപ്പേരിയും മാങ്ങ മുളകിട്ടതും മാങ്ങ അച്ചാറും മീൻ വറുത്തും പപ്പടമൊക്കെ കൂട്ടി എല്ലാവരും സ്വാദിഷ്ടമായ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മാങ്ങ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.